രാജ്യത്തെ ഭക്ഷണ ബജറ്റിന് ആശ്വാസമേകുന്നതാണ് GST 2.0 എന്ന പേരിൽ പ്രഖ്യാപിച്ച പുതിയ പരിഷ്കാരങ്ങൾ. ദൈനംദിന ഭക്ഷണങ്ങളും പലചരക്ക് വസ്തുക്കളും അടക്കം 5% GST സ്ലാബിൽ ഉൾപ്പെടും. GST പരിഷ്കാരങ്ങൾ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുക്കള ബഡ്ജറ്റിന് ഇത് വലിയ ആശ്വാസമുണ്ടാക്കുന്നതാണെന്നതാണ് പ്രത്യേകത. ഒരു കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ ഭക്ഷ്യോൽപ്പന്നമായ പാലിനെ നികുതിയിൽ നിന്നൊഴിവാക്കിയത് വലിയ ആശ്വാസമായി. കണ്ടൻസ്ഡ് മിൽക്ക്, വെണ്ണ, നെയ്യ്, പനീർ, ചീസ് എന്നിവ 12% നിന്നും 5%. നേരത്തെ 18% നികുതി ഉണ്ടായിരുന്ന പറാത്തകൾക്ക് GST 0-ലേക്ക് നീങ്ങി. മാൾട്ട്, സ്റ്റാർച്ച്, പാസ്ത, കോൺഫ്ലേക്കുകൾ, ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റുകൾ, കൊക്കോ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ GST 5% കുറയും. ശുദ്ധീകരിച്ച പഞ്ചസാര സിറപ്പുകൾ, മിഠായി, മധുരപലഹാരങ്ങൾ തുടങ്ങിയ മിഠായി ഇനങ്ങളും 5% സ്ലാബിലേക്ക് മാറി. കോഫി എക്സ്ട്രാക്ട്, ടീ എക്സ്ട്രാക്ട്, സൂപ്പ്, പ്ലാന്റ് ബേസ്ഡ് പാനീയങ്ങൾ എന്നിവയുടെ നികുതി 18% നിന്നും 5% അവയുടെ വില കുറയും. എന്നാൽ കാർബണേറ്റഡ് പാനീയങ്ങൾക്കും എയറേറ്റഡ് വെള്ളത്തിനും മുൻപത്തെ 28% നിന്നും 40% GST ഈടാക്കും. നേരത്തെ 12% സ്ലാബിലുണ്ടായിരുന്ന ബദാം, പിസ്ത, ഹേസൽനട്ട്, കശുവണ്ടി, ഈന്തപ്പഴം തുടങ്ങിയവ 5% സ്ലാബിലേക്ക് മാറ്റി. സസ്യ എണ്ണകൾ, ഭക്ഷ്യയോഗ്യമായ സ്പ്രെഡുകൾ, സോസേജുകൾ, മത്സ്യ ഉൽപ്പന്നങ്ങൾ, മാൾട്ട് സത്ത് അടിസ്ഥാനമാക്കിയുള്ള പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം 5% സ്ലാബിലേക്ക് മാറ്റി. അച്ചാർ രൂപത്തിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഫ്രോസൺ പച്ചക്കറികൾ, ജാം, ജെല്ലികൾ, സോസുകൾ, സൂപ്പുകൾ, മയോണൈസ്, സാലഡ് ഡ്രസ്സിങ്ങുകൾ തുടങ്ങിയവയും 5% സ്ലാബിൽ വരും. പുതിയ GST പരിഷ്കാരങ്ങൾ കാരണം വില കുറഞ്ഞത് അടുക്കളയിലെ അവശ്യ വസ്തുക്കൾക്ക് മാത്രമല്ല. GST 5% കുറച്ചതിനാൽ റെസ്റ്റോറന്റുകളിലെ ഭക്ഷണങ്ങൾക്കും വില കുറയും. അതായത് പ്രതിമാസം ശരാശരി 3000 മുതൽ 4000 രൂപ വരെ ചെലവഴിച്ചിരുന്ന ഏതൊരു കുടുംബത്തിനും ഇപ്പോൾ പ്രതിമാസം 200 മുതൽ 400 രൂപ വരെ ലാഭിക്കാൻ കഴിയും. ഉത്സവ വിവാഹ സീസൺ അടുക്കുമ്പോൾ കൂടിയാണ് പുതിയ പരിഷ്കാരമെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.